ഹായ് എവരിവൺ, വെൽക്കം ടു ബിനൂസ് ഹിന്ദി ലേണിംഗ് ക്ലാസ്. ഇന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ടാണ് ക്ലാസ്സിൽ വന്നിരിക്കുന്നത്. വേറെ ഒന്നല്ല, ഇൻട്രൊഡക്ഷൻ ഒന്നുമില്ല. ഇന്ന് നമുക്ക് ഡയറക്റ്റ് ക്ലാസ്സിലോട്ട് കിടക്കാം. ഓക്കെ, ശരി. അപ്പോൾ എന്നത്തെയും പോലെയല്ല, ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്ലാസ് ആട്ടോ. വേറെ ഒന്നല്ല, നമ്മുടെ പ്രിയപ്പെട്ടവരോട് നമ്മൾ സംസാരിക്കുന്നത് അതാണ്. അപ്പൊ എന്തായാലും ഒരാൾ സംസാരിച്ചാലേ എനിക്ക് എന്തായാലും അതിനെ കുറിച്ച് എന്താ പറയാ കുറച്ചുകൂടി അത് എക്സ്പ്ലെയിൻ ചെയ്തു തരാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് റിക്വസ്റ്റ് ചെയ്ത് ഞാൻ വിളിച്ചോണ്ടെന്ന് ഇരുത്തിക്കുന്നത് കേട്ടോ. ഞാൻ തന്നെ പറഞ്ഞോളൂ. ഓക്കെ, ശരി, പറഞ്ഞോളൂ. तुम्हारे बिना एक पल भी मुझे एक दिन जैसे लगता है. മനസ്സിലായോ? തുമാരെ ബിന ഏക് പൽ ബി മുझे एक दिन जैसे लगता है എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുമാരെ ബിന, ബിന എന്ന് ഉദ്ദേശിക്കുന്നത് ഇല്ലാതെ എന്നുള്ള അർത്ഥത്തിൽ കേട്ടോ. നീ ഇല്ലാതെ എന്നാണ് തുമാരെ ബിന. ഏക് പൽ ബി, പൽ എന്ന് പറഞ്ഞാൽ നിമിഷം. ഏക് പൽ ബി ഒരു നിമിഷം പോലും എന്നാണ് കേട്ടോ. ഏക് പൽ ബി ഏക് ദിൻ ജൈസെ ലഗ്താ ഹൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം പോലെ ഫീൽ ചെയ്യും എന്നുള്ളതാണ്. ലഗ്താ ഹൈ എന്ന് വെച്ചാൽ തോന്നും എന്നുള്ളതാണ് കേട്ടോ. ശരി, ഇനി एक दिन एक महीना जैसा और एक महीना कई साल जैसे भी. एक दिन एक महीना, एक पल एक दिन जैसे എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ ഏക് ദിൻ ഒരു ദിവസം, ഏക് മഹീന ജൈസ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാസം പോലെയും, ഏക് മഹീന കൈ സാൽ ജൈസെ ബി, ജൈസെ ബി എന്ന് വെച്ച് കഴിഞ്ഞാൽ കൈ സാൽ പല വർഷങ്ങൾ പോലെയും എന്നുള്ളതാണ് കേട്ടോ. ഏക് മഹീന ഒരു മാസം കുറെ വർഷങ്ങൾ പോലെയാണ് തോന്നുക എന്നുള്ളതാണ്. ഓക്കെ, ശരി. ഇനി അടുത്ത സെന്റൻസ്, ഇത് നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. നിങ്ങളുടെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് അല്ല, അതല്ലാതെ തന്നെ എന്താ പറയാ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയാലും ഇനി നിങ്ങളുടെ ലവേഴ്സോ ഈവൻ ബെസ്റ്റ് ഫ്രണ്ട്സും അല്ലേ. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ളവരെയൊക്കെ കൊണ്ട് പറയാവുന്ന കുറച്ച് സെന്റൻസുകളാണ് കേട്ടോ. ശരി, ഇനി मैं हमेशा भगवान से यही प्रार्थना करता हूँ कि अगले जन्म में भी तुम मेरे साथ हो. എന്താ മനസ്സിലായേ? മേ ഹമേശ, ഹമേശ ദുആ അല്ലെങ്കിൽ പ്രാർത്ഥന കർത്താ ഹൂം കേട്ടോ. ഭഗവാൻ സെ പ്രാർത്ഥന കർത്താ ഹൂം കി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും, ഹമേശ എന്ന് പറഞ്ഞാൽ എല്ലായ്പ്പോഴും ഭഗവാനോട് പ്രാർത്ഥന, ദുആ ചെയ്യാന്ന് പറയുന്നത് പ്രാർത്ഥന കേട്ടോ. പ്രാർത്ഥന കർത്താ ഹൂം, പ്രാർത്ഥന ചെയ്യും, പ്രാർത്ഥിക്കാറുണ്ട്. എന്ത്? കി ദാറ്റ്, അത് എന്ത്? अगले जन्म में भी तुम मेरे साथ हो. അഖിലേ ജനം, അഖിലേ ജനം എന്ന് പറഞ്ഞാൽ അടുത്ത ജനം, ജന്മത്തിലും നീ എന്റെ കൂടെ ഉണ്ടായിരിക്കണം, അതാണ് കേട്ടോ. അല്ലേ? അതെ. ഇനി അടുത്തത് പറഞ്ഞത്, जब से तुम मेरी जिंदगी में आई हो तब से मेरी जिंदगी ही बदल गई. ജബ് സെ തും മേരി ജിന്ദഗി മേ ആയി ഹോ, എപ്പോൾ, ജബ് സെ എപ്പോൾ മുതൽ അല്ലെങ്കിൽ എപ്പോൾ, തും മേരി ജിന്ദഗി മേ, ജിന്ദഗി എന്ന് പറഞ്ഞാൽ ജീവിതമാണ് കേട്ടോ. എൻ്റെ ജീവിതത്തിൽ നീ എപ്പോഴാണോ വന്നത് അപ്പോൾ മുതൽ, തബ് സെ അപ്പോൾ മുതൽ मेरी जिंदगी ही बदल गई. മേരി ജിന്ദഗി ബദൽ ഗയി എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ജീവിതം തന്നെ ബദൽന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാറി മറിയുക എന്നുള്ളതാണ് കേട്ടോ. ബദൽന മാറ്റം ചെയ്യുക, അതാണ് കേട്ടോ. മാറി മറിഞ്ഞു എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അടുത്ത സെന്റൻസ്, तेरे बिना एक पल भी मैं जी नहीं सकता. തെരെ ബിന ഏക് പൽ ബി മേ ജി നഹി സക്താ ഹൂം എന്ന് വെച്ച് കഴിഞ്ഞാൽ തെരെ ബിന നേരത്തെ പറഞ്ഞ പോലെ തന്നെ നീ ഇല്ലാതെ, ഏക് പൽ ബി ഒരു നിമിഷം പോലും, മേ ജി നഹി സക്താ ഹൂം അല്ലേ. ജി നഹി സക്താ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ജീവിക്കാൻ കഴിയില്ല എന്നൊക്കെ പറയില്ലേ, അതാണ് കേട്ടോ. തെരെ ബിന ഏക് പൽ ബി മേ ജി നഹി സക്താ ഹൂം, അതാണ്. നീ ഇല്ലാതെ ഒരു നിമിഷം പോലും എനിക്ക് ജീവിക്കാൻ കഴിയില്ല. ഇതൊക്കെ ഒരുപാട് പേര് പറഞ്ഞിട്ടുള്ളതല്ലേ, ഒരുപാട് പേര് പറയുന്നതല്ലേ. അപ്പൊ ഇതൊക്കെ ഒന്നും പറയാനായിട്ട് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇട്ടത് കേട്ടോ. ഓക്കെ, ഇനി അടുത്തത്, मेरी जिंदगी की हर पल मैं तेरे साथ बिताना चाहता हूँ. മേരി സിന്ദഗിക്ക് ഹർ പൽ, എൻ്റെ ജീവിതത്തിന്റെ ഓരോ നിമിഷവും അല്ലെങ്കിൽ എല്ലാ നിമിഷവും मैं तेरे साथ बिताना चाहता हूँ. മേ തെരെ സാത്ത് ബിതാന ചാഹതാ ഹൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിന്റെ കൂടെ ചിലവഴിക്കാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ജീവിതത്തിന്റെ ഓരോ നിമിഷവും ഞാൻ നിന്റെ കൂടെ ചിലവഴിക്കാൻ ആഗ്രഹിക്കുന്നു, അതാണ് കേട്ടോ. ഓക്കെ, ഇനി तुम्हें खुदा ने मेरे लिए ही बना. തുമേ ഈശ്വരൻ, ഖുദാനെ അല്ലെങ്കിൽ ഭഗവാൻ കേട്ടോ. മേരെ ലിയേ ബന എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വേണ്ടിയാണ് ഉണ്ടാക്കിയത് എന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ. ഓക്കെ, मेरे हर सांस तेरे लिए है. മേരെ ഹർ സാസ് തേരെ ലിയേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ എല്ലാ ശ്വാസവും
നിനക്ക് വേണ്ടിയിട്ടാണ്. ആ मेरे दिल की हर धड़कन तुम्हारे लिए है. മേരെ ദിൽ കി ഹർ ദഡ്കൻ. ദിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർട്ട്, ദഡ്കൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൃദയമെടുപ്പ്. അപ്പോൾ ഹർ ദഡ്കൻ തുമാരിയിലേ, നിനക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, ശരി. ഇനി जब मैं तुम्हें पहली बार मिले हो वो पल मैं कभी भूल नहीं सकता हूँ. ജബ് മേ തും പെഹ്ലെ ബാർ മിലേ ഹോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴാണോ നിന്നെ ആദ്യമായി കണ്ടത്, പെഹ്ലെ ബാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ടൈം. ഓക്കെ, ആ वो पल मैं कभी भूल नहीं सकता हूँ. वो पल मैं कभी भूल नहीं सकता हूँ. वो पल, वो നിമിഷം, ആ നിമിഷം. मैं भूल नहीं सकता हूँ. कभी എന്ന് പറഞ്ഞാൽ ഒരിക്കലും, ഭൂൽ നഹി സക്താ ഹും, ഭൂൽന എന്ന് പറഞ്ഞാൽ മറക്കുക അല്ലേ. ഭൂൽ നഹി സക്താ ഹും, മറക്കാൻ കഴിയില്ല. നിന്നെ ആദ്യമായി കണ്ട നിമിഷം എനിക്ക് മറക്കാൻ കഴിയില്ല, ഒരിക്കലും മറക്കാൻ കഴിയില്ല. അതാണ് ഈ സെന്റൻസിന് അർത്ഥം. ഓക്കെ, അപ്പൊ ഒന്ന് പറഞ്ഞേക്ക്. जब मैं तुम्हें पहली बार मिले हो वो पल मैं कभी भूल नहीं सकता हूँ. ഒന്നുകൂടി പറയിപ്പിച്ചതാ. ശരി, ഇനി അടുത്ത സെന്റൻസ്. मैं हमेशा तेरी हाथ पकड़ के तेरे साथ चलना चाहता हूँ. मैं हमेशा ഹാത്ത് പക്കടുക്കെ, मैं हमेशा എപ്പോഴും तेरी हाथ पकड़के, നിന്റെ കൈ പിടിച്ച് तेरे साथ चलना चाहता हूँ. तेरे साथ चलना चाहता हूँ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ കൂടെ നിന്റെ കൈ പിടിച്ച് നടക്കാൻ ആഗ്രഹിക്കുന്നു എപ്പോഴും, അതാണ് കേട്ടോ. ശരി, ഇനി तुम मेरे सब कुछ हो तू ही मेरी जिंदगी. തും സബ് കുച്ച് ഹോ തു ഹി മേരി സിന്ദഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ എൻ്റെ എല്ലാമാണ്. തു ഹി മേരി സിന്ദഗി, നീയാണ് എൻ്റെ ജീവിതം എന്നാണ് കേട്ടോ. ശരി, ഇനി അടുത്തത്. आखिरी सांस तक मैं तेरे साथ रहूंगा. ആഖിരി സാസ് തക് എന്നാണ് കേട്ടോ. ആഖിരി എന്ന് ഉദ്ദേശിക്കുന്നത്, ആഖിരി സാസ് എന്ന് ഉദ്ദേശിക്കുന്നത് അവസാന ശ്വാസം എന്നാണ് കേട്ടോ. ഓക്കെ, ആഖിരി സാസ് തക്. സാസ് എന്നല്ല, സാംസ് എന്നാണ് ശരിക്കും, ഒരു കുത്തുണ്ട് വെള്ളം, പക്ഷെ സാസ് എന്നാണ് പ്രൊണൗൺസ് ചെയ്യുന്നത് കേട്ടോ. ആഖിരി സാസ് തക് मैं तेरे साथ रहूंगा. തെരി സാത്ത് രംഗൂങ്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും. നമുക്ക് പ്രോമിസ് ഒക്കെ തരില്ലേ, അതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇതാണ്. ഇത് സംഭവിച്ചത് വേറെ ഒന്നല്ല, എനിക്ക് നെക്സ്റ്റ് വീക്കിൽ എക്സാം ആണ്. അപ്പോൾ ഞാൻ എന്താ പറഞ്ഞത്, വീഡിയോ റെഡി ആയിട്ടുണ്ടായില്ല. ഞാനപ്പോൾ പുള്ളിക്കാരനോട് ഒരു വീഡിയോ റെഡിയാക്കാൻ പറഞ്ഞു കേട്ടോ. പറഞ്ഞപ്പോൾ പുള്ളി ഒരു വീഡിയോ അങ്ങനെ എഴുതി വെച്ച്, എന്നാൽ പിന്നെ അത് പിടിച്ചേക്കാന്ന് ഞാനും പറഞ്ഞു. അത്രേ ഉണ്ടായുള്ളൂ. കുറച്ച് സെന്റൻസുകളാണ് ഇതില്. അപ്പൊ ഞാൻ പറഞ്ഞു എന്തായാലും നമുക്ക് എല്ലാ ടൈപ്പും വീഡിയോ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടല്ലോ, അപ്പൊ ഇതും കൂടി ഇരിക്കട്ടെ. ഒരുപാട് പേർക്ക് ആവശ്യമാവും, ഒരുപാട് പേർക്ക് ഇത് ഉപകാരപ്പെടും. അപ്പൊ എന്നോടല്ല താങ്ക്സ്, ഇവിടെയാണ് താങ്ക്സ്. ആവശ്യപ്പെട്ടവർക്ക്, ഉപകാരപ്പെട്ടവർക്ക് കേട്ടോ. ഇത്രയുള്ള ഇന്നത്തെ ക്ലാസ്. എന്ന് പറഞ്ഞ പോലെ തന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതിന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് അഭിപ്രായം ഒന്ന് കമന്റിൽ പറഞ്ഞോളൂ കേട്ടോ. ഇത് ഇങ്ങോട്ടേക്കുള്ള അഭിപ്രായം, അതുകൊണ്ടാണ് കേട്ടോ. തീർച്ചയായിട്ടും. അപ്പൊ ശരി, അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.